കൂട്ടുകാരെ നമ്മൾ കുറേ നാളായാലും ഒരു ചിക്കൻ റെസിപ്പി ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പേഷവാരി ചിക്കനാണ്. ഉള്ളിയൊന്നും അരിയേണ്ട, സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കാം. ആദ്യം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് എരിക്ക് വേണ്ടി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 തക്കാളി മതിയാവും. ഇവിടെ 5 എടുത്തിട്ടുണ്ട്, 4 മതിയാവും. പിന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ ആദ്യം പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ കടുകെണ്ണ ഉപയോഗിക്കുന്നത്, നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കല്ലേ, ടേസ്റ്റ് മാറിപ്പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറച്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചില്ലേ, അതും കൂടി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 4 തക്കാളി എടുത്ത് വെച്ചില്ലേ, ആ തക്കാളി 2ആയിട്ട് കീറിയിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് അടുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പച്ചമുളക് നമ്മൾ എരിവിന് വേണ്ടി എടുത്ത് വെക്കുന്നില്ല, ഈ പച്ചമുളകിൻ്റെ എരി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇടാം. പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചിയില്ലേ, അത് നീളത്തിൽ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതും കൂടി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കാം. അപ്പം എന്താണ്ട് ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ തക്കാളിയുടെ തൊലിയൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ആ തൊലി ഇങ്ങെടുത്ത് മാറ്റണം. ആ തൊലി അതിനകത്ത് ഇരിക്കേണ്ട. എന്നിട്ട് തൊലി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ തക്കാളി ഒരു സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് കുത്തി ഉടച്ച് കൊടുക്കാം കേട്ടോ. സ്പൂൺ വെച്ച് തന്നെ ചെയ്യാം. ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട്, ഇറച്ചിക്കകത്തൊന്നും എടുത്ത് ഉടയ്ക്കരുത്, തക്കാളി മാത്രം ഇങ്ങനെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഉടച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടാം. അതിനുശേഷം നമുക്കിനിയിപ്പോൾ ഇതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആഡ് ചെയ്യാൻ പോകുന്നത് കുരുമുളക് പൊടി ഇടും കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയോളം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും, ഇത് രണ്ടും നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതെന്താ ചെയ്യണമെന്ന്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് കുറുകാൻ വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് കഴിയുമ്പം നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടും. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയില, നല്ല ഒരു പിടി മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ആകുമ്പോൾ നല്ല ടേസ്റ്റ് കൂട്ടും ഇതിനകത്ത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പേഷവാരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നും നമ്മൾ ഒരേ ടൈപ്പ് ചിക്കൻ കറി തന്നെ തിന്നാതെ വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്കൊന്ന് മാറ്റി നമുക്ക് ചെയ്തു നോക്കാം. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.